എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശരണ്യയും അജയ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ശരണ്യ പറഞ്ഞു, അപർണയുടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുകളുണ്ടെന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് അജയേട്ടനെ അവളോട് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഒരു പക്ഷെ നിരഞ്ജന ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അജയേട്ടനോ നിരഞ്ജനോട് പോരടിക്കാനായിരിക്കും അപർണയുടെ തീരുമാനം. അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് മതി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നതെന്ന് പറയാം. പെട്ടെന്ന് അജയോട്, ശരിയാ, എനിക്കും അത് തോന്നാതിരുന്നില്ല. അപർണ എന്തൊക്കെയോ പ്ലാനുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോഴാണ് അമൽ അങ്ങോട്ട് വരുന്നത്. അമലെ കണ്ടപ്പോഴും ശരണ്യ പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. അമലെ കണ്ടു കഴിഞ്ഞപ്പോൾ അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വല്ലാത്ത സങ്കടം വന്നു. പെട്ടെന്ന് എന്നിട്ട് അവന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കടാ, ഞാൻ തെറ്റ് ചെയ്തു പോയി. നിന്റെ ജീവിതം ഞാൻ തകർത്തെന്ന് പറയാം. ഇത് കേട്ടത് അമല് പറഞ്ഞു, അതെ, എനിക്ക് വേണ്ടി ദൈവം ഒരു പക്ഷേ കാത്തു വെച്ചായിരിക്കും ഇങ്ങനെ ഒരു വിധി, അല്ലാതെ എന്ത് പറയാനാ. കല്യാണം കൂടാൻ വന്ന ഞാൻ അജയേട്ടന്റെ കല്യാണം കൂടാൻ വന്ന അവസാനം കല്യാണ പെണ്ണിനെ കൂടെ അജയേട്ടൻ എനിക്ക് സമ്മാനിച്ചു. ഇതിൽ പറയാം എന്ത് സന്തോഷം എനിക്ക് ഉണ്ടാവാനുള്ളതെന്ന് പറയാം. ഞാനിപ്പോൾ വന്നേ അജയേട്ടന്റെ ഫോൺ തരാൻ വേണ്ടിയാ എന്ന് പറഞ്ഞ് പോക്കറ്റിനകത്തുനിന്ന് ആ ഫോൺ അങ്ങോട്ട് എടുത്ത് കൊടുക്കുവാണ്. അജയേട്ടൻ ഒറ്റോർത്തി വെച്ച് മറന്നു വെച്ചിട്ട് പോയ ഫോണാ അത് എന്ന് പറഞ്ഞ ഫോൺ അങ്ങോട്ട് കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് അമൽ അങ്ങ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അമലിന്റെ കയ്യിലേക്ക് എടുത്ത് അജയ് പിടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ആ സമയത്ത് നിരഞ്ജനയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചേ. പക്ഷേങ്കിൽ അതിനുശേഷം സംഭവിച്ചൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അവളെ കല്യാണം കഴിക്കാൻ ഞാൻ വന്നതാ. പക്ഷെ അതിനു മുമ്പ് തന്നെ നീ അപർണയുടെ കഴുത്തിൽ താലി ആർത്തിയിരുന്നു. എനിക്കൊന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് ഞാൻ തിരികെ പോവുക ചെയ്തതെന്ന് പറയാം. ഇത് കേട്ടത് അമ്മ പറഞ്ഞു, എൻ്റെ മനസ്സിൽ എൻ്റെ സങ്കല്പത്തിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. കാരണം ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജാനിയടുത്തെ പോലെ തന്നെ പറയുന്ന അനുസരിച്ചെന്ന് വന്ന രണ്ടുപേരും സ്നേഹത്തോടു കൂടി ജീവിക്കുന്നത്. അഭിയേട്ടനും ജാനിയടുത്ത് തമ്മിൽ എത്ര സ്നേഹമാണ്. അതുപോലെ ഒരു പെൺകുട്ടി എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേങ്കിൽ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് അവൾ വന്നത്. ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പൊ അജയേട്ടൻ്റെ ജീവിതമെങ്കിലും സന്തോഷകരമായിട്ട് പോട്ടെ. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്പം ഞാൻ ഒട്ടും ടെൻഷൻ അടിക്കുന്നില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അമലങ്ങോട്ട് പോവാണ്. അജയ്ക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ കാരണമാണല്ലോ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നൊരു ചിന്ത ഉണ്ടാവുക. പിന്നീട് ശരണിന്റെ അടുത്തേക്ക് അമൃത എല്ലുവാണ്. അമൃത എന്നിട്ട് എന്നാലും ശരൺ ഇത്ര ക്രൂരനാന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ലെന്ന് പറയണം. ശരണിന്റെ സത്യങ്ങളൊക്കെ അറിയാമായിരുന്നല്ലോ. ശരണ്യ എല്ലാം പറഞ്ഞല്ലേ അജയേട്ടൻ്റെയും നിരഞ്ജനയുടെയും കാര്യങ്ങളൊക്കെ, എന്നിട്ട് എന്തുകൊണ്ടാ പറയായിരുന്നേന്ന് ചോദിക്കും. അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടും വലിയ കാര്യമില്ലേ. അങ്ങനെ പറയുമായിരുന്നെങ്കിൽ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവില്ലായിരുന്നോ? ഹോസ്പിറ്റലിൽ ചെന്ന് നിരഞ്ജനെ കാണില്ലായിരുന്നോ? പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു ചോദിക്കുക. ശരൺ പറഞ്ഞു, ശരി, സമ്മതിച്ചു. ഒരു പക്ഷെ അജയനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാനും അപർണയെ. പക്ഷെ അതിന് ശേഷമോ, കല്യാണത്തിന് ശേഷം ഇതൊക്കെ അപർണയെ അറിയുന്നെങ്കിലോ? അപർണ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാവോ? 2-3 വട്ടം ആത്മഹത്യ ശ്രമിച്ച ഒരാളാ നിരഞ്ജന പിന്നീട് ഭീഷണി മുഴക്കൊണ്ട് വരുമെന്ന് ആര് കണ്ടു? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്കാളും വലിയ പ്രശ്നങ്ങളായിരിക്കും പിന്നെ നടക്കാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിട്ടാ ഞാനൊന്നും പറയാതിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാത്തതുകൊണ്ട് നല്ലതായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നേ. അത് നിനക്ക് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്കിത് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയാം. ഇത് കേട്ടത് അമൃത പറഞ്ഞു, ഓഹോ, ഇപ്പം ശരണേട്ടൻ ഇപ്പം എന്നെ കുറ്റക്കാരിയാക്കണമെന്ന് ചോദിക്കും. ഞാൻ കുറ്റക്കാരിയാക്കിയതല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരു പക്ഷെങ്കിൽ ഇതിനു മുമ്പ് കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വിവാഹം മുടങ്ങും. നിരഞ്ജനെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. പിന്നെ നിരഞ്ജനയുടെ മരണമായിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അജയന് ഒരിക്കലും അങ്ങനെ സ്വസ്ഥത കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. എന്ന് പറഞ്ഞിട്ട് ശരണൊന്നും മിണ്ടാതെ കൂടെ പോവാ. അമൃതയ്ക്കും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് കാണിക്കുന്ന അമൃത ഡൈനിങ് റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ നളിനി ഫുഡൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുവാണ്. അല്ല, മോള് കഴിക്കുന്നില്ലെന്ന് ചോദിക്കുക. എനിക്കിപ്പോൾ വേണ്ട നളിനി എടുത്തെന്ന് പറയാം. അല്ല, ബാക്കി ആരും കഴിക്കാൻ വന്നില്ലല്ലോ. അവരൊക്കെ അപ്പുറം എവിടെയെങ്കിലും കാണുമെന്ന് പറയാം. ഇതിനായിട്ട് ആരും വന്നിട്ടില്ലെന്ന് പറയണം. ആ സമയത്താണ് പ്രഭാവതി അങ്ങോട്ട് വരുന്നത്. പ്രഭാവതി എന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇവിടെയുള്ള ആർക്ക് ഫുഡൊന്നും വേണ്ടേ? ആരും കഴിക്കാൻ വന്നില്ലല്ലോ എന്ന് പറയാം. നല്ല പറഞ്ഞു, ഞാൻ കുറെ സമയം ഫുഡ് കൊണ്ട് വെച്ചിട്ട് ആരും കഴിക്കാൻ വന്നില്ലെന്ന് പറയാം. ഈ സമയം അപർണ പറഞ്ഞു, അവരൊക്കെ ചിലപ്പോൾ അപ്പുറത്ത് എവിടെയെങ്കിലും കാണുമായിരിക്കും എന്ന് പറയാം. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പ്രഭാവതി അങ്ങോട്ട് പോവാ. ഈ സമയം നളിനി പറഞ്ഞു, മോള് ചെയ്തൊരു നല്ല കാര്യമാണ്. മോളുടെ കാരണം കൊണ്ടല്ലേ ഇപ്പൊ അജയ് ഇവിടെ നിൽക്കുന്നേ. അല്ലെങ്കിൽ അജയ് മോൻ പണ്ടേ വീട്ടിൽ നിന്ന് പോകണ്ടെന്ന് പറയാം. ഇത് കേട്ടതും അപർണ ഒന്ന് ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് നളിനിക്ക് മനസ്സിലായില്ല. പക്ഷെ അതൊരു കൊലച്ചിരിയാന്നുള്ള കാര്യം അവൾക്ക് അപർണയ്ക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പിന്നീട് അപർണ അങ്ങോട്ട് കയറിപ്പോകാൻ സമയത്ത് നള്ളി പറഞ്ഞു, മോൾക്ക് ഫുഡ് ഇപ്പോൾ വേണ്ടെങ്കിലേ ഞാൻ മുറിയിലേക്ക് കൊണ്ടുതരാം. ഇവരുടെ ഒപ്പം ഇരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ മോള് മുറിയിൽ വെച്ച് കഴിച്ചാൽ മതി എന്ന് പറയാം. ഇത് കേട്ടിട്ട് അപർണ നേരെ അങ്ങോട്ട് കയറിപ്പോവാ. അങ്ങനെ ബാൽക്കണി ചെന്ന് നിൽക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അജയും അമലും ഒക്കെ നിൽക്കുന്നു.
ആ സമയത്ത് അബിയും ജാനകിയും കൂടെ അങ്ങോട്ട് വരുവാണ്. അബി പെട്ടെന്ന് അജയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ എന്നോട് ക്ഷമിക്കടാ, ഞാൻ അറിയില്ല ചെയ്തു പോയതാ. കാരണം ആ ഒരു നിമിഷത്തെ ആ ഒരു സങ്കടം കൊണ്ട് ഞാൻ നിന്റെ കർണത്തടിച്ച് എന്നോട് ക്ഷമിക്കാൻ പറയണം. അജയ് എന്നോട് ക്ഷമ ചോദിക്കുന്ന അബിയേട്ടന്. എന്തിനാ അബിയേട്ടൻ ക്ഷമ ചോദിക്കുന്നത്? ഒരു പക്ഷേങ്കില് അബിയേട്ടനല്ല തെറ്റ് ചെയ്ത ആള്, ഞാനാ തെറ്റ് ചെയ്ത്. അച്ഛനോട് ഒരിക്കലും അങ്ങനെ കയർത്ത് പറയാൻ പാടില്ലായിരുന്നു, അവകാശത്തെക്കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എനിക്ക് വീട്ടിൽ നിന്ന് പോവാനായിട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാ. ഈ വീടില്ലെങ്കിൽ പിന്നെ ഞാനില്ല, അറിയാലോ. ഈ വീട്ടിൽ നിന്ന് പോയി ഞാൻ എങ്ങോട്ട് പോകുന്ന ഓർക്കണേ. എനിക്ക് ഒരു ദിവസം സ്വസ്ഥതയുടെ സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല. അത്രമാത്രം ഞാൻ ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അപർണ മോൾ ഇന്നിപ്പോൾ അപർണയ്ക്ക് സഹിച്ചില്ല. അവന്റെ അഭിനയം കണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു അപർണ മോള് നിൽക്കുന്നത്. ഈ സമയം അഭി പറഞ്ഞു, എനിക്കറിയാടാ നിന്റെ മനസ്സ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനോട് ഇതുവരെ നമ്മൾ ആരും കയർത്ത് സംസാരിച്ചിട്ടില്ലോ. അതിൻ്റെതായ ഒരു വേദന കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത്. അമല ഒഴിഞ്ഞ് പോട്ടാ ചേട്ടാ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. വരാനുള്ളതൊക്കെ വന്നു, കഴിയാനുള്ളതെല്ലാം കഴിഞ്ഞെന്ന് പറയാം. പെട്ടെന്ന് അമൃത അങ്ങോട്ട് വന്നു. അമൃത വന്നിട്ട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ക്ഷമ ചോദിക്കണം നമ്മളാണ്. അഭിയേട്ടനോടും ജാനിയടുത്തോടും അമലയോടും. ശരിയാ, നമ്മള് അവരിറങ്ങി പോകുന്ന സമയത്ത് നമ്മൾ നോക്കി നിന്നില്ല, അവരെ തടഞ്ഞു പോലും ഇല്ല പോകണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഒരു തെറ്റും ചെയ്യാതെയല്ലേ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങിയത്. അമൃത ശരിയാ, ഒരു തെറ്റും ചെയ്യാതെ അവർ സ്വയം ശിക്ഷയേറ്റ് വാങ്ങുമായിരുന്നു. എല്ലാവരും കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടും ആ തിരുത്താൻ പോലും നോക്കിയില്ല. ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇവരോടാണ് നമ്മളാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് പറയാം. അഭി പറഞ്ഞേ, ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെയാണ്. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്റെ ജീവൻ കളയാൻ വരെ ഞാൻ തയ്യാറാ. പെട്ടെന്നാണ് ആ കാര്യം ജാനകി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ കൂട്ടുകുടുംബമാണ്. അഭിയേട്ടൻ എന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ പറയണം. കൂട്ടുകുടുംബം ആകുമ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എല്ലാവരുടെ മുന്നിൽ അത് പറയണം, തുറന്ന് സംസാരിക്കണം. അജയനെ കുറിച്ചുള്ള കാര്യം ഞാൻ മറച്ചു വെച്ചു. അതാ എനിക്ക് പറ്റിയ തെറ്റ്. ഞാനത് മുമ്പേ തന്നെ പറയുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറയാം. പിന്നീട് അജയനെ ചേർത്ത് പിടിക്കുകയാണ് അബി. അമലും അടുത്ത് നിന്നു. അമല് പറഞ്ഞു, ഇടതും വലത്തും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും, നടുവിൽ ഞങ്ങളുടെ ഏട്ടനും ഉണ്ടായിരിക്കണം. അതാണ് ഞങ്ങളുടെ ബലം എന്ന് പറയാം. ഇത് കണ്ടുകൊണ്ടിരുന്ന അപർണയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ കണ്ടില്ലേ, എല്ലാം ചക്കര അടയാൻ പോലെ. താൻ വെറും പൊറുമ്പാക്കായി പോയി. ഇപ്പൊ കണ്ടില്ലേ എല്ലാരും ഒരുമിച്ചിരിക്കുന്നത്. ഈ ഒത്തൊരുമ സ്നേഹം ഞാൻ തകർക്കുന്നുണ്ട്. ഈ അപർണ ആരാ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ നീയൊക്കെ എന്നും പറഞ്ഞിട്ട് അമൃത ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ സുമകലാമ്മ അങ്ങോട്ട് മുറിയിലേക്ക് കയറി വരുക. എന്താ മോളെ, നീ എന്താ വല്ലാതിരിക്കണേ നിൽക്കും. ഒന്നുമില്ല, എനിക്കറിയാം മോളുടെ മനസ്സിലെ വിഷമം എന്താന്ന്. അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റിയില്ല, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടല്ലേന്ന് ചോദിക്കും. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാം. എന്നാലും എന്തൊക്കെയായിരുന്നു എനിക്കറിയാം. കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശി അവരുടെ ഭക്ഷണം ചേരുമെന്ന് എനിക്കറിയാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ ഇനിയിപ്പോ ഒന്നും പറഞ്ഞില്ലേ പോലും അജയ് ഒരിക്കലും പുറത്തു പോകാൻ പോകുന്നില്ല. പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നത്? പക്ഷേങ്കില് അജയ് മോന കൃത്യസമയത്ത് തന്നെ കയറി വന്നുകൊണ്ട് സത്യങ്ങളൊക്കെ പുറത്തറിഞ്ഞില്ലേ എന്ന് പറയാം. പക്ഷെ മോള് പേടിക്കണ്ട കേട്ടോ. ആ അഭിയുണ്ടല്ലോ, അഭി ജാനകി, അവറ്റകളെ ഇവിടുന്ന് പുറത്താക്കാനുള്ള പരിപാടികളൊക്കെ എനിക്കറിയാം. ഒരു തന്ത്രവും നടന്നില്ലെങ്കിൽ അവസാനം ഞാൻ എൻ്റെ മനസ്സിൽ മൂടി വെച്ച രഹസ്യമുണ്ട്. ഇത്രയും കാലം എൻ്റെ നാവ് വിലക്കിയിരുന്ന ആ രഹസ്യം പുറത്തു പറയാനായിട്ട് സൂര്യനാരായണനും പ്രഭാവതിയും. അവസാനം ഞാൻ ആ വജ്രായുധം എടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കും. പിന്നെ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കാൻ പോകുന്നേ കണ്ടു. അധികം വൈകാതെ അതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് സുമകല മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. ഈ സമയം അവളോടത്ത് എന്തായി പറയണം അപർണയ്ക്കൊന്നും മനസ്സിലായില്ല. എന്തോ ഒരു വജ്രായുധം മുത്തശ്ശി അത് മനസ്സിൽ കരുതിയിട്ടുണ്ട്. എന്താന്ന് മാത്രം മനസ്സിലാകുന്നില്ല. എന്തോ ഒരു വലിയ കാര്യമുണ്ടെന്ന് മാത്രം മനസ്സിലായി. പിന്നീട് അപർണയ്ക്ക് ദേഷ്യ സങ്കടവും കൂടെ അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും വല്ല കുലുക്കമുണ്ടോ എന്ന് നോക്കിയാൽ ഈ വീട്ടിലുള്ളവർക്ക്. കാരണം അവർ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഒന്നാന്നുള്ള കാര്യം മനസ്സിലായി. അജയനെ വീട്ടിലും കയറ്റി ഇപ്പൊ ഒന്നുമല്ലാതിരിക്കുന്ന ആള് താൻ മാത്രമാണ്. അങ്ങനെ ഒരു ചിന്ത അപർണയുടെ ഉള്ളിലുണ്ടാവുക. അല്ലെങ്കിലും ഇപ്പം എന്താ തൻ്റെ ജീവിതമല്ല തകർന്നിരിക്കുന്നേ. ഇനിയിപ്പോൾ പുറത്തറിഞ്ഞാൽ തന്നെ ചേട്ടൻ്റെ കല്യാണം ആലോചിച്ചു, അനിയനെ വിവാഹം കഴിച്ചു. അതിനകത്ത് എന്ത് ലോജിക്കാ? കല്യാണം നടന്നില്ലെങ്കിൽ നടന്നില്ലെന്നോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴ് എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടുപോയ ഒരേ ഒരാൾ താൻ തന്നെയാന്ന് അപർണ മനസ്സിൽ കരുതുവാണ്. പിന്നീട് കാണിക്കുന്ന നിരഞ്ജന ഫോൺ ചെയ്യുവാണ്. നിരഞ്ജന ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അജയ് കോൾ എടുത്ത്, എന്താ നിരഞ്ജന? അതെ അജയ് എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്, എനിക്ക് നല്ല ടെൻഷനുണ്ട്. അജയ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. ഞാനിതിനിപ്പോൾ അങ്ങോട്ട് വരുന്നേ. അതെ എനിക്ക് പേടി അജയ്. അജയനെ കാണാതിരിക്കും വല്ലാത്ത ടെൻഷൻ. എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു ടെൻഷൻ ഉണ്ട്. എനിക്കൊരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് അവിടെ ഇരിക്കുക. ഞാൻ എൻ്റെ വീട്ടിലല്ലേ, ഇവിടെ വന്ന് ആരും എന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയാം എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയം നിരഞ്ജനയ്ക്ക് വല്ലാത്ത ടെൻഷൻ. നിരഞ്ജന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ആ താലിയൊക്കെ എടുത്ത് താലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിത്താൻ അങ്ങോട്ട് കയറി വന്നു. ഉണ്ണിത്താൻ വന്നിട്ട് പറഞ്ഞു, നീ എപ്പോഴും ഈ താലിമാല എടുത്ത് നോക്കി പിടിച്ചിരുന്നോളാൻ പറയാണ്.
മറ്റുള്ളവരുടെ വിഷമം വേദന നിനക്കറിയണ്ടല്ലോ എന്ന് പറയാം. അല്ല അച്ഛനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പം എന്താന്നോ, നാട്ടുകാരുടെ മുഖത്ത് നോക്കണം ഞാനാ. ഇപ്പൊ തന്നെ ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു നീ ഹോസ്പിറ്റലാന്ന്. പക്ഷെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആൾക്കാരോട് പറയാൻ പറ്റില്ലല്ലോ. വിഷം കഴിച്ച് പ്രേമനൈരാശ്യമുള്ള എന്റെ മോൾ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ കാര്യം പറഞ്ഞേക്കാം. എത്രയും പെട്ടെന്ന് അജയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറയാണ്. ഇത് കേട്ട നിരഞ്ജന പറഞ്ഞു, അച്ഛനിത് എന്താ അത്? എന്തിനു കേടാ അച്ഛാ? എന്തിനു കേടാന്നോ? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് കുഞ്ഞുങ്ങളൊക്കെ പിറന്നു കഴിയുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നീ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താന്ന്. നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എന്നെ, നിന്റെ അമ്മേനെ പോലെ നീ വിചാരിച്ചില്ലോ. നീ ഓരോ അഭിപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുമ്പോ ഇപ്പൊ തന്നെ കണ്ടില്ലേ, അസി വെച്ച അജയ് നിന്റെ കഴുത്തിൽ താലിയാർത്തി. അത് വലിയ എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുക നീ. ഈ താലിയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഈ താലി എന്ന് പറഞ്ഞ സാധനം സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയതാ. ഇത് പൈസ കൊടുത്ത് ആർക്ക് വെള്ളം കിട്ടുന്ന സാധനം. പക്ഷെ അതിനത് പവിത്രയും പരിശുദ്ധിയുണ്ട്. അതെങ്ങനെയാണെന്നറിയാവോ? 4 ആൾക്കാരുടെ മുന്നിൽ വെച്ച് എല്ലാവരുടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടും കൂടിയിട്ട് നിന്റെ കഴുത്തിൽ അജയ് താലി കെട്ടുമ്പോഴാണ് ആ താലിക്ക് അതിൻ്റെതായ മഹത്വം വരുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ഒരു താലി അത് താലിയാവത്തില്ലെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം. എത്രയും പെട്ടെന്ന് അജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അജയ് വീട്ടിൽ ആലോചിച്ച് നീയുമായിട്ട് നല്ല രീതിയിൽ വിവാഹം നടത്താൻ നോക്കാൻ പറയാണ്. ഇത് കേട്ടെന്ന് നിരഞ്ജന പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ല അച്ഛാ. അച്ഛൻ അറിയാവുന്ന കാര്യമല്ലേ, അജയുടെ വീട്ടിൽ സമ്മതിക്കില്ല എന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയല്ലേ? അപ്പൊ നിനക്കത് ഉറപ്പുള്ള കാര്യമാ. നീ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കണം. നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടി തല കുണിച്ചിരിക്കുന്ന ആള് ഞാനാ. നീ എന്റെ അവസ്ഥ എന്താ മനസ്സിലാക്കാത്തെ? അത് മാത്രമല്ല, ആ തമ്പിയുടെ ആൾക്കാർ എപ്പോഴും അയാളുടെ പരിസരത്തുണ്ട്. അജയ് കോർട്ട് വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ അജയ് വരാത്തോണ്ടാ പ്രശ്നങ്ങളില്ലാത്ത. അപ്പൊ ഒരുപക്ഷെ ആ തമ്പിയുടെ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തമ്പിയുടെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ പറ്റണം, എന്റെ മോളെ കല്യാണം കഴിച്ച അജയാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ രജിസ്റ്റർ മാരേജ് അല്ല. 4 ആളുടെ മുന്നിൽ വെച്ച് എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ആ താലി ആർത്തിയെന്ന് അത് പറയാനും പറ്റണം. അജയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നിന്റെ കഴുത്തിൽ അജയ് എല്ലാവരുടെ മുന്നിൽ വെച്ച് താലി കിട്ടണമെന്ന് പറയാം. ഇത്രയും പറഞ്ഞ് ഉണ്ണിത്താൻ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നിരഞ്ജന ഇരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.